ഹലോ, ഡോക്ടർ ഹേമ പ്ലീസ്. വന്നിട്ടില്ലല്ലോ. എപ്പോ വരുമെന്നറിയാമോ? ഇന്ന് വരുമെന്നാ പറഞ്ഞ്, ഇതുവരെ എത്തിയിട്ടില്ല. ആരാ വിളിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ശേഖറാണ്. ആ, വന്നാ പറയാം. അല്ല, 2-3 ദിവസമായിട്ട് ഫിർലൂസിനെ കൊണ്ട് കാണാനില്ലല്ലോ, എന്ത് പറ്റി? ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരരുതെന്ന്. അതെന്താ? നിങ്ങളെല്ലാം ചീത്തയാണെന്ന്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞല്ലേ? ഡോക്ടറാണെന്നും പറഞ്ഞ് രാപ്പകലില്ലാതെ കാറിൽ കറങ്ങി നടക്കുന്നവളല്ലേ അവൾ? കണ്ടവരുടെയൊക്കെ കൂടെ ചുറ്റി നടക്കുന്ന തെണ്ടി. എന്റെ ചേച്ചി നീ എന്തുവാടാ പറഞ്ഞത്? തെണ്ടിയെന്ന്. മിസ്റ്റർ മോഹൻ, പറയാൻ എനിക്ക് വിഷമമുണ്ട്. കുട്ടിയുടെ നില അല്പം സീരിയസ് ആണ്. ഉടനെ ഒരു ഓപ്പറേഷൻ കൂടിയേ തീരും. ഡോക്ടർ ഹേമയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ തരം സർജറിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അവരിവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എനിവേ വി ആർ പ്രിപ്പയറിംഗ് ഫോർ an ഓപ്പറേഷൻ. എന്റെ മോനെ, ശവം എടുക്കുകയല്ലേ?
അബദ്ധം പറ്റിയിട്ട് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടി ചോദിക്കാണ്. വേണമെന്ന് വെച്ചല്ലെങ്കിലും നമ്മളെ കൈ കൊണ്ടാണിത് പറ്റിപ്പോയത്. അതിന് പടച്ചോർ എന്ത് ശിക്ഷ വന്നാലും നമ്മൾ അനുഭവിച്ചോളാം. ഇവിടെ വന്നപ്പോഴാണ് വിവരമറിഞ്ഞത്. ആത്മാർത്ഥമായി ദുഃഖിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാതിരിക്കൂ. അമ്മായിയെ ആശ്വസിപ്പിക്കാൻ ഹേമയല്ലാതെ മറ്റാരുമില്ലെന്ന കാര്യം മറക്കരുത്. വിധിയുടെ ഇഷ്ടത്തിനൊത്ത് വേഷം മാറി ആടേണ്ട പാവകളാണ് നമ്മൾ. അത് ഈ നിമിഷത്തിൽ എനിക്കും ബോധ്യമായതാണ്. മരണം കാത്തുകിടക്കുന്ന എന്റെ മകന്റെ മുഖം കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. ഇത് വിധിയല്ല, വെറും സത്യമാണ്. ഒരന്ത്യം ഹേമ കണ്ടുതരും. മറ്റൊരന്ത്യം ഹേമയ്ക്ക് തടയാനാവുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഹൻ. അതെ ഹേമേ, ആശിക്കാൻ ഏറെ വകയില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ ഹേമയുടെ സാന്നിധ്യം അവനെ രക്ഷപ്പെടുത്തിയേക്കാമെന്ന് മാത്രം. ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ മരണത്തിന്റെ പിടിയിൽ കിടന്ന് പറയുന്ന എന്റെ മകന്റെ മുഖം നോക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ആകെ തകർന്നു നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് മോഹന് തോന്നുന്നുണ്ടോ? എന്നോട് ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട സന്ദർഭം ഇതല്ല. ഹേമയുടെ കാഴ്ചപ്പാടിൽ തെറ്റ് ചെയ്തവൻ ഞാനാണല്ലോ. അതിനെന്റെ മകൻ എന്ത് പിടിച്ചു? വിട്ടിട്ടും പറയാതെ മോഹൻ, എനിക്ക് വരാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോഹൻ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഈ നിലയിൽ ഞാൻ അവിടെ വന്നാൽ യാതൊരു പ്രയോജനമില്ല. പ്ലീസ്. ഇത്രയും ക്രിട്ടിക്കലായ നിമിഷത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ അതെന്നോട് കാണിക്കുന്ന പ്രതികാരമല്ല എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. മനുഷ്യൻ വേദന കൊണ്ട് പിടയുന്നത് കാണാനാണല്ലോ എല്ലാവർക്കും സന്തോഷം. പഴയതെല്ലാം മറന്നു കഴിഞ്ഞ് എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല മോഹൻ. ശരിയാണ്, പക്ഷേ നിങ്ങളൊരു ഡോക്ടറാണ്. മരിച്ചവരെ ജീവിപ്പിക്കലല്ല, മരണത്തിന്റെ പിടിയിൽ കിടന്ന് പിടയുന്നവരെ രക്ഷപ്പെടുത്തലാണ് ഒരു ഡോക്ടറുടെ കടമ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യില്ലെന്ന് ശഠിച്ചാൽ എന്നെങ്കിലും ദുഃഖിക്കേണ്ടി വരുമെന്ന് ഓർമ്മിച്ചു. കൂടുതലൊന്നും പറയാനില്ല. വരികയോ വരാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒന്ന്, എല്ലാം കാണുന്നൊരുത്തൻ മുകളിലുണ്ടെന്ന് മറക്കണ്ട. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണിത്. നിന്റെ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, എല്ലാത്തിലും വലുതെന്ന് നീ കരുതുന്ന വൈദ്യശാസ്ത്രത്തിന്റെ.